സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലേണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യമില്ല, ഞാൻ ഈ മൈക്കിന്റെ കാര്യം നോക്കട്ടെ, ഇത് തന്നെയാണോ ഔട്ട്പുട്ട് ഇൻപുട്ട് നോക്കട്ടെ. 1 മിനിറ്റ്. ഓക്കെ, സംഗതി റെഡിയാണ്. എല്ലാവരെയും ഞാൻ വീണ്ടും എൻ്റെ പുതിയൊരു ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നമ്മുടെ പ്രീമിയർ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ചെറിയൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നതിലെ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, നമ്മുടെ വില്യം ബ്രൂക്സ് ആണെന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ നടത്തിയിരുന്നു. ഓക്കെ ആണല്ലോ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ നടത്തിയിരുന്നു. അതിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ഒരു അതിന്റെ ചാപ്റ്ററിലെ തന്നെ കുറച്ചുകൂടെ ഭാഗമാണ് നമ്മൾ ഈ ഒരു പാർട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ഞാനിവിടെ സൗണ്ട് കൂട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാം കുറച്ച് മുന്നോട്ട് കിടക്കാം. ഫസ്റ്റിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മുഖേനയാണ് തുടങ്ങുന്നത്. പ്രീമിയർ ലൈവ് ആയതുകൊണ്ട് ചാറ്റ് ബോക്സ് എനേബിൾ ആയിരിക്കും. നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക. ചാറ്റ് ബോക്സ് പറയാം, ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺ ഹാവ് മാസ്. ഇലക്ട്രോണിന് മാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അനുസരിച്ച് പറയണം, ഇലക്ട്രോണിന് മാസ് ഉണ്ട് എന്ന് തെളിയിച്ച പരീക്ഷ അല്ല, തെളിയിച്ചത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഇലക്ട്രോണിക്, നമ്മുടെ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ കേസിൽ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെഡൽ വീൽ അല്ലെങ്കിൽ ആ ഒരു വീല് കറങ്ങിയപ്പോൾ അവിടെ മാസ് ഉണ്ട്, അതാണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ നിങ്ങളത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഇനി നമ്മൾ കിടക്കാൻ പോണേ ഇന്നത്തെ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോൺ എന്നതാണ്. പ്രോട്ടോൺ. ഓക്കെ, നിങ്ങൾ തയ്യാറല്ലേ പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കാൻ? പ്രോട്ടോണിന്റെ മായാലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതമെന്ന് ഞാൻ കരുതുന്നു. സോ പ്രോട്ടോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 2 പഠിക്കാൻ പോകുന്നത്. പ്രോട്ടോൺ ചെറിയൊരു ഭാഗം നമ്മൾ പഠിക്കും. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് പറയൂ? ഈഗൻ ഗോൾഡസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോണെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ പ്രോട്ടോണെ കണ്ടുപിടിക്കാൻ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നറിയോ? ആനോഡ് റേസ് അഥവാ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കനാൽ റേസ് എന്ന് വിളിക്കും. കനാൽ റേസ്. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലെ ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നേരെ തരതിരിക്കുക. അതായത് കാഥോഡ് എന്നല്ലായിരുന്നു വന്നിരുന്നത്, പക്ഷെ ഇവിടെ നിന്ന് ആനോഡ് എന്ന് വരിക. ആനോഡ് എന്ന് വരുമ്പോ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് വന്നപ്പോൾ നേരെ തൊട്ട് അപ്പുറത്തും സെയിം പ്രോപ്പർട്ടി നടന്നു. അതിനെ പറയും ആനോഡ് എന്ന് വന്നു, അതുകൊണ്ട് ആനോഡ് റേസ്, അല്ലെങ്കിൽ മറ്റൊരു പേരായിട്ട് കനാൽ റേസ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ പ്രോട്ടോണിന്റെ കേസ് പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ പ്രോട്ടോണിന്റെ കേസ് പഠിക്കാൻ. ഓക്കെ, വലിയ ഭാഗമാണ്, പക്ഷെ നമ്മൾ ഷോർട്ടാക്കി. പക്ഷെ ചോദിക്കട്ടെ, പ്രോട്ടോണിനെ ശരിക്കും കണ്ടുപിടിച്ചത് ആരാ? പ്രോട്ടോണിനെ ശരിക്കും കണ്ടുപിടിച്ചത് ആരാണ്? കമന്റ് ചെയ്യാം. പ്രോട്ടോണിനെ പ്യുവർ ആയിട്ട് പ്രോട്ടോൺ ഉണ്ട്, അതിന്റെ ഘടന എങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഉപകാരമുണ്ട്, അത് കണ്ടുപിടിച്ചത് ആരാണ്? കമന്റ് ചെയ്യാം, മറക്കരുത് കമന്റ് ചെയ്യാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വളരെയധികം സപ്പോർട്ട് ആവുമായിരുന്നു. സോ അതേ ഉള്ളൂ ഈ ഒരു പ്രോട്ടോണിന്റെ കേസ് പഠിക്കാൻ. പിന്നീട് നമ്മൾ നെക്സ്റ്റ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ്. ന്യൂട്രോൺ തയ്യാറല്ലേ? പ്രോട്ടോൺ അത്ര മതി, അത്രയേ ഉള്ളൂ. പ്രോട്ടോൺ കനാൽ റേസ് ആണ്, മറ്റൊരു പേര് ആനോഡ് റേസ് ആണ്. കണ്ടുപിടിച്ചത് ആരാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ. ആൻഡ് വി ഹാവ് ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്, ന്യൂട്രോൺ. ന്യൂട്രോണിനെ കുറിച്ച് നെക്സ്റ്റ് പഠിക്കാം. ന്യൂട്രോണിന്റെ മായാലോകത്തിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ തയ്യാറാണെന്ന് കരുതുന്നു. സോ ന്യൂട്രോണിന്റെ കേസിലേക്ക് നമ്മൾ ജെയിംസ് ചാഡ്വിക് ആണ്. അത്ര ഓർത്താൽ മതി. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. നിങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, പിന്നീട് ഇതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്. ന്യൂട്രോണിനെ കണ്ടുപിടിക്കാൻ ശേഷം ഇദ്ദേഹമാണെന്ന് അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി പറയുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്ന ഭാഗം കുറച്ചുകൂടെ ആയത്തിൽ നമ്മൾ പറയും. നോക്കിക്കോ, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറും മാസ് നമ്പറുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനേഷന്റെ ഷുവർ ക്വസ്റ്റ്യനുമാണ്. അതായത് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നോക്കാം നമുക്ക്. ഒരു ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, പുറത്തെ കൂടെ കറങ്ങാൻ ഉള്ള ഒരു സൗകര്യം പോലെ. ഓക്കെ, ഇതാണ് നമ്മളൊരു ആറ്റത്തിന്റെ സ്ട്രക്ചർ. കാണുന്നില്ല എന്ന് വെക്കാം, എന്നാലും ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, ആൻഡ് ഇതിനെ പറയും, ഇവിടെ ഉള്ളതാണ് നമ്മുടെ എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയില്ലേ?
ന്യൂക്ലിയസ് എന്ന്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയും. പുറത്തു കൂടെ പോകുന്ന ഇലക്ട്രോൺസോ ഇതാണ്, ഇവിടെയാണ് ഇലക്ട്രോൺസ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലം. അത് നിങ്ങൾക്ക് അറിയാലോ, മതി, ഇത്ര മതി. പക്ഷെങ്കിൽ ഇതിനുള്ളിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതാണ് രണ്ടാമത്തെ വേണ്ടത്. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തുറന്ന് നോക്കുമ്പോൾ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ആൻഡ് ഇലക്ട്രോൺ പുറത്തുണ്ട്. സോ അപ്പം നോട്ട് ചെയ്തോ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോൺ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ അഥവാ Z എന്നാണ് പറയാ. എ എന്ന് വെച്ചിട്ടല്ല ഡിനോട്ട് ചെയ്യുക, Z എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺ, ഈ ഒരു പ്രോട്ടോണിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ, ആ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത് തന്നെ ആയിരിക്കും എന്ത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ വിളിക്കുന്നത് ലെറ്റർ Z ആണ്, ഓർത്തു വെക്കുക. ദെൻ രണ്ടാമത്തത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അപ്പൊ അടുത്തെന്താണ്? ടോട്ടൽ number of proton plus neutron is equal to mass number അഥവാ A എന്ന് ഡിനോട്ട് ചെയ്യും. ഇതാണ് രണ്ടാമതായിട്ട് ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഒന്ന് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ആറ്റത്തെ വരച്ചു, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. സോ അതിന്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു ആറ്റത്തെ എടുക്കുകയാണ്, ഒരു ആറ്റത്തിന്റെ സെന്ററിൽ ഉറപ്പിച്ചിട്ടോ, ഒരു ആറ്റത്തിന്റെ സെന്ററിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ്, അഥവാ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അതിന്റെ കേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ പ്രധാനമായിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും ന്യൂട്രോണ് ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു ആറ്റം സ്ട്രക്ചറിന്റെ പുറത്തായിട്ട് റിവോൾവ് ചെയ്യുന്ന ഒരാളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സോ ടോട്ടൽ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് അതിനെ അറ്റോമിക് നമ്പർ ആയിട്ടും അറ്റോമിക് നമ്പറിന്റെ ലെറ്റർ Z ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ Z ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടോ? ദെൻ രണ്ടാമത്തെ നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണും അതോടൊപ്പം ന്യൂട്രോണും, പ്രോട്ടോണിന്റെ നമ്പറും അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ നമ്പറും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ഒരാളാണ് നമ്മുടെ മാസ് നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കത്തിയിട്ടുണ്ടോ? പ്രിന്റർ ലൈവ് ആണ്, കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ മെല്ലെ പറയാം അല്ലെ, മെല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് എനിക്കറിയാം. ഈ ഒരു അറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സെറ്റ് ആയിട്ടില്ലേ? പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. ദെൻ നെക്സ്റ്റ് ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ അറ്റോമിക് നമ്പറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? Z എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. മാസ് നമ്പറിനെ വിളിച്ചിരുന്ന പേര് എന്നറിയപ്പെടുന്നത് A ആണ്. അല്ലേ? കാണില്ലേ? ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട്. ഓക്കെ, മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ. ഓക്കെ, ഇനി ഞാനൊരു മൂലകം എടുക്കുകയാണ്, Na. മൂലകത്തിന്റെ പേര് എന്താണെന്ന് കമന്റ് ചെയ്യാം. Na എന്ന് പറഞ്ഞാൽ മൂലകം Na സോഡിയമാണ്. സോഡിയത്തിന് നമുക്ക് എടുക്കാൻ കറക്റ്റ് വാല്യൂ. സോ ഞാൻ ഉദാഹരണമായിട്ടൊരു സാമ്പിൾ ഏതോ ഒരു എക്സ് എന്ന് പറഞ്ഞ ഏതോ ഒരു മൂലകം, ആ ഒരു മൂലകത്തിന്റെ ടോപ്പിൽ ആയിരിക്കും A എന്ന് പറഞ്ഞാൽ ഏതൊരു മൂലകം നമുക്ക് എക്സാമ്പിൾ തരികയാണെങ്കിലും അതിന്റെ മുകളിലുള്ളതായിരിക്കാം മാസ് നമ്പർ. അതിന്റെ തൊട്ട് മുകളിലുള്ളതാണ് മാസ് നമ്പർ. ഓർത്ത് വെക്കുക. അതിന്റെ തൊട്ടടിയിലാണ് നമ്മൾ Z എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ. ഓർത്ത് വെക്കണേ. ഇത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. നമ്മൾ തെറ്റി പോകും. അറ്റോമിക് നമ്പർ തുടക്കത്തിൽ
എ ആണല്ലോ, അതുകൊണ്ട് മുകളിൽ അറ്റോമിക് നമ്പർ പറയരുത്, അത് നേരെ തിരിച്ചാണ് ഓർക്കുക. Z ആണ് അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഒരു രണ്ട് എക്സാമ്പിൾ നമുക്ക് ചെയ്യാം, രണ്ട് എക്സാമ്പിൾ ചെയ്യാം. ഏതോ ഒരു മൂലകണ്ട്, മുകളിൽ 18 അടിയിൽ 7 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ എ ഏതാണ്, ഇതിന്റെ Z ഏതാണ്? വേഗം പറഞ്ഞോളി, കമന്റ് ചെയ്തോളി. ഇതില് എ ഏതാണ്, Z മാസ് നമ്പർ ഏതാണ്, അറ്റോമിക് നമ്പർ ഏതാണ്? വേഗം പറഞ്ഞോളി, പെട്ടെന്ന് പറഞ്ഞോളി, പെട്ടെന്ന്. നിങ്ങൾ പറയും അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? അറ്റോമിക് നമ്പർ ഏതാണ്, മാസ് നമ്പർ ഏതാണ്? നിങ്ങൾ കറക്റ്റായിട്ട് പറയും. മാസ് നമ്പർ എന്ന് പറയുന്നത് 18 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എ ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ അത് ശരിയാണ് അല്ലേ? മാസ് നമ്പർ ആണ് എ, ഓക്കെ. റെഡി. ഒരൊറ്റ എക്സാമ്പിളോട് ചെയ്യാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാമ്പിൾ. ഓക്കെ, 8 ഏതാണ് പറഞ്ഞോളി, മാസ് നമ്പർ ഏതാണ്, അറ്റോമിക് നമ്പർ ഏതാണ്? ഞാൻ പറഞ്ഞോളി. ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു മൂലകണ്ട്, അതിന്റെ ടോപ്പിൽ 8 താഴത്ത് 21 ടോപ്പ്. ഓക്കെ, 20 സോറി 2 പെട്ടെന്ന് പറഞ്ഞോളി, പെട്ടെന്ന്. ആരാ പറയാ? യെസ്. സോ നിങ്ങൾ പറയും അറ്റോമിക് നമ്പർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 എന്ന് പറയും. മാസ് നമ്പർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 8 എന്ന് പറയും. എപ്പോഴും നിങ്ങൾ ചോദിക്കണം, എ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ അല്ല, മാസ് നമ്പർ ആണ്. എ എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ അല്ല. സോ ഐ ആം മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ ആണോ നിങ്ങൾ? ശരിക്കും ഒരു ചോദ്യം ചോദിച്ചു നമുക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആറ്റത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ട്, ഒരു ആറ്റത്തിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ആറ്റത്തിന്റെ ചാർജ് എന്താണ് ചോദ്യം. ഒരു നല്ലൊരു ആറ്റം ഉണ്ട്, ആ ഒരു ആറ്റത്തിന് എന്താ ചാർജ് അറിയുന്നത്? പറഞ്ഞോളെ, ഒരു ആറ്റത്തിന് ചാർജ് ഉണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഫസ്റ്റ്, ഒരു ആറ്റം എന്ന് പറയുന്നത് കേസ് എടുക്കുക, ചാർജ് ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് പറഞ്ഞോളെ. ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കുന്നു, അതിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. നിങ്ങൾ പറയും ചാർജ് ഒരു പക്ഷേ ആൾക്കാർ ഉണ്ട് എന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ ആറ്റം എന്ന് പറയുന്ന മുതലാളിക്ക് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ല. ആറ്റത്തിന് ചാർജ് ഇല്ല. പക്ഷേ ചാർജ് എന്തെങ്കിലും പറയും, അത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണും കൂടി ചേരണം. സോറി, ന്യൂട്രോൺ അല്ല കേട്ടോ, ഇലക്ട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും കൂടി ചേരണം. സോ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. സോ മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ 5 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് എത്ര ഇലക്ട്രോൺ ആയി കൺവേർട്ട് ചെയ്യുന്നറിയോ? 5 ഇലക്ട്രോൺ ആയി കൺവേർട്ട് ചെയ്യും. ഇനി 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിനെ 10 ഇലക്ട്രോൺ തന്നെയാണ് കൺവേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൊരു കാര്യത്തിൽ. ഓക്കെ, അതും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് എന്താണ്? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏതോ ഒരു Z എന്ന് പറഞ്ഞ ഏതോ ഒരു മൂലകമുണ്ട്. ആ മൂലകത്തിന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 17 അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രോട്ടോണിന്റെ നമ്പർ എത്രയാണ്, ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാണ്? പെട്ടെന്ന് പറയാം. നിങ്ങൾ പറയും പ്രോട്ടോണിന്റെ നമ്പർ 10 ഇലക്ട്രോണിന്റെ നമ്പർ 10. അറ്റോമിക് നമ്പർ എത്ര? കിട്ടി. അതുപോലെ നെക്സ്റ്റ് അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇനി ഒരു മൂലകം തന്നെയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മാസ് നമ്പർ കണ്ടുപിടിക്കും? പ്രോട്ടോണും ന്യൂട്രോണും അറിയാം, മാസ് നമ്പർ അല്ലെങ്കിൽ ന്യൂട്രോൺ എത്ര ഉണ്ടെന്ന്. ഒരു മൂലകം തന്നെയാണ്, അതിൽ എത്ര ന്യൂട്രോൺ ഉണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു വെച്ചാൽ മാസ് നമ്പർ അതിൽ നിന്നും മാസ് നമ്പറിൽ നിന്നും Z മൈനസ് ചെയ്യുക, അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും ന്യൂട്രോൺ എത്ര ഉണ്ട് എന്ന്. ഓക്കെ,
അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ ഒരു മൂലകത്തിൽ എത്ര ന്യൂട്രോൺ വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയില്ലേ? ആ ഒരു ഭാഗം കിട്ടിയില്ലേ? ദെൻ നമ്മൾ ഇനി ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ തയ്യാറായി, ചോദ്യങ്ങൾ ചെയ്യാം. തയ്യാറാണ്? ഓക്കെ, ഞാൻ ചോദ്യം ചെയ്യാനോ? ക്വസ്റ്റ്യൻസ്. നിങ്ങൾ തയ്യാറല്ലേ? ചോദ്യം ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് വേണം. യെസ്, ചോദ്യം ചെയ്യാൻ ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാണെന്ന് പറയുന്നത് നന്ദി കൂടി. ഓക്കെ, അടുത്ത ക്ലാസ് ഏത് വേണമെന്ന് നിങ്ങൾക്ക് പറയട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറയാം ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇടയല്ലേ? ചോദ്യം ചെയ്യാം പെട്ടെന്ന്. നിങ്ങൾക്ക് സമയം എക്സ് എന്ന് പറഞ്ഞ മൂലമുണ്ട്, ടോപ്പില് 39ഉം 19ഉമാണ് തന്നിട്ടുള്ളത്. ഒരു മൂലകം ടോപ്പിൽ 39ഉം താഴത്ത് 19 എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു മൂലകത്തിന്റെ 1, 2, 3, 4 ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ Z, A, P, N ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാല്യൂ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോളെ. ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് Z എന്താണെന്ന് നിങ്ങൾക്കറിയാം, A എന്താണെന്നറിയാം, P കണ്ടുപിടിക്കണം ആൻഡ് N കണ്ടുപിടിക്കണം, ഇലക്ട്രോൺ കണ്ടുപിടിക്കണം, ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എത്രയാണ് കണ്ടുപിടിക്കണം. വേഗം കണ്ടുപിടിച്ചു, പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ സമയം തരാണ്. ഒരു വിതിൻ 2 മിനിറ്റ്, 2 മിനിറ്റ് വേഗം കണ്ടുപിടിച്ചു. 2 മിനിറ്റ് നിങ്ങൾക്ക് തരാം, വേഗം കണ്ടുപിടിച്ചു. പെട്ടെന്ന്. ഓക്കെ, കണ്ടുപിടിച്ചോ നിങ്ങൾ? പെട്ടെന്ന് പറയണം. പെട്ടെന്ന്. ഫസ്റ്റത്തെ 2 വാല്യൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. Z ഏതാണ്, A ഏതാണെന്ന് യെസ്, Z ഏതാണ് ഇതില്? Z 19 ആണെന്ന് പറയാം. A ന്റെ വാല്യൂ 39 ആണ്. പ്രോട്ടോൺ എത്രയാണ്? സെയിം ആണ്, 19 ആണ്. ആൻഡ് ന്യൂട്രോൺ എത്രയാണ്? ന്യൂട്രോൺ അതിന് സാറേ 39. ഇതിൽ നിന്ന് 2 കുറച്ചാലേ നമുക്ക് ന്യൂട്രോൺ എത്ര മനസ്സിലാക്കാൻ സാധിക്കും. കുറയ്ക്കും, നമുക്ക് 10 വാല്യൂ കിട്ടും അല്ലേ? 29. ഓക്കെ, 20 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. പിന്നീട് ഇലക്ട്രോൺ എത്ര ഉണ്ട് അത് നിങ്ങൾ സെയിം ആയിട്ട് പറയും, 19 ആണ്. ആൻഡ് പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണോ അത് തന്നെയായിരിക്കും ന്യൂക്ലിയസിന്റെ ചാർജ്. ഓക്കെ, 19. അത്രയേ ഉള്ളൂ, കിട്ടി. നമ്മൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടി. എങ്ങനെ കത്തി? നമ്മൾ കുറേ നോക്കി എങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ്? ഇത്രയും ചെയ്താൽ നമുക്ക് ഒരു 3 മാർക്ക് 3
ഓക്കെ, സോ എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പറഞ്ഞുതരാം, നോക്കിക്കോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞിരുന്നു Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. നിങ്ങൾക്കറിയാം അതിൽ അറ്റോമിക് നമ്പർ ആണ് ഈ അടിയിൽ കൊടുക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ, അതാണ് Z, അതും കിട്ടി. മുകളിൽ കൊടുക്കുന്നതാണ് മാസ് നമ്പർ, നിങ്ങൾക്കറിയാം, അതും കിട്ടി, മാസ് നമ്പർ. ഇത് രണ്ടും അറിയുമെങ്കിൽ ആ രണ്ടെണ്ണം മാത്രമേ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു രണ്ട് ലെറ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതോ അറ്റോമിക് നമ്പർ എത്ര തന്നെയാണോ, മാസ് നമ്പർ അല്ല, അറ്റോമിക് നമ്പർ എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോണിന്റെ നമ്പറും ഇലക്ട്രോൺസും. അവിടെ ഒരു കണക്ഷൻ എത്തിയല്ലോ. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോണിന്റെ നമ്പറും പ്ലസ് ഇലക്ട്രോണിന്റെ നമ്പറും, അതും കിട്ടി. അതേപോലെ ന്യൂക്ലിയസിന്റെ ചാർജും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ വാല്യൂ കിട്ടും. ശ്രദ്ധിക്കണം, ഈ ഒരു N എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, ന്യൂട്രോണിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, A മൈനസ് Z, അതായത് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറയ്ക്കണം. അതാണ് കുറച്ചൊരു മാസ് നമ്പർ ടു അറ്റോമിക് നമ്പർ കുറച്ചു 20 വാല്യൂ കിട്ടി. ആ ഒരു മാത്രം ചെയ്യുക, ബാക്കിയെല്ലാം സെയിം വാല്യൂ. ഈ ഒരു വാല്യൂ മാത്രം തെറ്റും ആൻഡ് ഇത് മാത്രം തെറ്റും, ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കാൻ പറ്റും, രണ്ട് വാല്യൂ മാത്രമേ ഡിഫറെന്റ് വരും, അത് എയും എന്നും മാത്രമാണ് ഡിഫറെന്റ് ആയി വരിക, ഒക്കെ സെയിം ആണ്. അത്ര എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഹോംവർക്ക്, എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു അടിപൊളി ഹോംവർക്ക്. ഓക്കെ, നിങ്ങൾ തയ്യാറാണെന്ന് കരുതുന്നു. സോ ഈ ഒരു ഹോംവർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, യു ആർ റെഡി? മനസ്സിലാവുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അടുത്തത് ഏത് ക്ലാസ്സിന്റെ ഏത് സബ്ജക്റ്റിന്റെ ഏത് ഭാഗം നിങ്ങൾക്ക് വന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണേ, ലൈക്ക് നിർബന്ധമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഒറ്റ ചോദ്യം തരാം, ഒറ്റ ചോദ്യം. എക്സ് ഉണ്ട് 19, 9. ഇതിന്റെ Z A കാണിക്കണം നിങ്ങൾ, P കാണിക്കണം നിങ്ങൾ, N അതേപോലെ E, A Z P N E, പിന്നെ ഏതാ ന്യൂക്ലിയർ ചാർജ്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമന്റ് ബോക്സ് ചെയ്യാം. ഇത്രയും വലിയ ആൻസറുകൾ കമന്റ് ഡു കമന്റ് ചെയ്തോളി. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടേക്ക് മാറ്റുകയാണെങ്കിൽ എക്സ് ആണ് 19, 9, വേഗം കമന്റ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ ഇന്നത്തെ പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. 19, ഓക്കെ, ഇന്നത്തെ പാർട്ട് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ നമുക്ക് അറിയിക്കാൻ. നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഐസോബാർ കാര്യങ്ങളും അതേപോലെ കുറച്ച് നമ്പർ കണ്ടുപിടിക്കുക. അടുത്തൊരു പാർട്ടോടെ നമ്മളെ ചാപ്റ്റർ മൊത്തം നമ്മൾ ഫിനിഷ് ആക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു പാർട്ടോടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അടുത്തത് ഏത് ചാപ്റ്ററിലെ ഏത് ഭാഗം വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരാഴ്ച ഈ ഒരു വീക്കിലേക്കുള്ള 2 വീഡിയോ നമ്മൾ റെക്കോർഡ് ആയിട്ടുണ്ട്. അടുത്തൊരു 3 വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ട്. സോ നിങ്ങൾക്ക് ചെയ്യാൻ അടിപൊളിയായിട്ട് അതോടൊപ്പം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ബൈ.